Good morning, dear children. Good morning, Miss. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചില്ല? ആദ്യ കഴിച്ചു. ആദ്യ എവിടെയാണ്? ബെഡിൽ കിടക്കുന്ന പോലെ തോന്നുന്നു. ആദ്യ Good morning, Miss. ഗുഡ് മോർണിംഗ്. ചെയർ ആയിരുന്നു അല്ലേ? കിടക്കാണ്. Miss, present ഇടട്ടെ? Yes, you can. Good morning, Miss. Good morning. Good morning, Miss. Miss, present ഇടട്ടെ? Okay, you can. Present ഇട്ടോളൂ. Good morning, Miss. Present ചെയ്തോ? Good morning, Miss. How are you, Miss? How are you, friends? I am fine, thank you. Okay. നമ്മുടെ ഇവിടെ പ്രെയർ നടക്കുവാണ് സ്കൂളില്. ഒരു സെക്കൻഡ് എല്ലാരും പ്രാർത്ഥിച്ചേ. All sit down. സ്കൂളിൽ പ്രെയർ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ നമുക്ക് സൗണ്ട് അങ്ങോട്ട് കേൾക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. Then all of you take your textbook. Today's revision. Which letter? ടാഠ ഡാഠണ്ണ അല്ലേ? അതില് നമ്മള് did you do the homework? ചോദിക്കട്ടെ എല്ലാവരോടും. ഹോംവർക്ക് ചെയ്യാത്തവർ എത്ര പേരുണ്ട് ഇവിടെ? ഞാൻ ചെയ്തു. ഹോംവർക്ക് ചെയ്തു. ചെയ്തു. ബാബ ചെയ്തു. മിസ്സേ വൈകി ചെയ്തു. കഴിഞ്ഞു. എഴുതി കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഇവിടെ സാറ് വന്നിരുന്നു. ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു, നമ്മുടെ ടൈം ടേബിളിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് ഇത് രാവിലെ ഇതിന് ഡിസ്റ്റർബൻസ് ആയല്ലേ മക്കളെ? സാരമില്ല കേട്ടോ, നിങ്ങളുടെ ടൈം ടേബിളൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾക്ക് ഡിസംബറിൽ നമ്മുടെ ക്ലാസ് ഒക്കെ 4 മണി വരെ ആക്കുന്നുണ്ട്. രാവിലെ മുതൽ 4 മണി വരെ. പെട്ടെന്ന് തന്നെ UKG ക്ലാസ്സിനെ നമ്മൾ സ്കൂളിലോട്ട് കൊണ്ടുവരാൻ റെഡി ആയിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞാല് നമുക്ക് UKGയിലെ കുട്ടികളെയും കൂടെ സ്കൂളിലേക്ക് എത്തിക്കണം അല്ലേ? എഴുതി കഴിഞ്ഞു.
ഓക്കെ ഓക്കെ. ഇഷ്ടമാണോ സ്കൂളിൽ വരാൻ? Yes. ആ നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ സ്കൂൾ ഒരു രസമുള്ളൂ. നിങ്ങളും കൂടെ വരണം ഇവിടെ. എന്ത് രസമാണെന്നറിയോ? നമ്മൾ പാർക്കിലൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ. ഫ്രീ ടൈമിൽ പാർക്കിലൊക്കെ പോകുന്നുണ്ട്. കളിക്കാം, പഠിക്കാം അല്ലേ? നല്ല വഴക്കൊക്കെ കിട്ടും കേട്ടോ സ്കൂളിൽ വന്നാല്. പേടിയാവുന്നുണ്ടോ? നോ, നിങ്ങൾക്ക് എന്ത് പേടിയല്ലേ? ഓക്കെ, അപ്പൊ നോട്ട് ബുക്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് സ്കൂളിലോട്ട് വരാൻ. അപ്പൊ ഹോംവർക്ക് ഒക്കെ പറയുമ്പോ തന്നെ ചെയ്യണം കേട്ടോ. ആ കുരുത്തക്കേട് കളിക്കൂല, ഷുവർ ആണല്ലേ? കുരുത്തക്കേട് കളിക്കുമ്പോഴാണ് മിസ്സുമാർക്ക് ദേഷ്യം വരുന്നത് ഇവിടെ. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ല, അജിത്ത് ജോസഫ് ആണോ ഇവിടെ ഇരിക്കുന്നത്? ആരാണ്? മോന്റെ പേരെന്താണ്? ഐവിൻ ജോസഫ് അല്ലേ? അജിത്തിന്റെ അനിയനാണല്ലേ? ആ ചേട്ടായിക്ക് കഴിഞ്ഞ ദിവസം വഴക്ക് കിട്ടിയോ അമ്മയുടെ കയ്യിൽ നിന്ന്? ചേട്ടായി കംപ്ലീറ്റ് ചെയ്തെന്ന് പറ. മ്യൂട്ട് ചെയ്യണ്ട, അൺമ്യൂട്ട് ആയിരുന്നു. മോനെ ആ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാതെ അൺമ്യൂട്ട് ആക്കിയിട്ട് പറ. എന്താ പറഞ്ഞേ? കംപ്ലീറ്റ് ചെയ്തു അല്ലേ? കംപ്ലീറ്റ് ചെയ്യാതെ സ്കൂളിൽ വന്നിട്ട് മിസ് നല്ല വഴക്ക് പറഞ്ഞു. ചേട്ടായി കരഞ്ഞു കേട്ടോ ഇവിടുന്ന്. ആ ചേട്ടായി കരഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടാവും സ്കൂളിൽ വരുമ്പോ. മിസ് ഇവിടുന്ന് ഹോംവർക്ക് പറഞ്ഞിട്ട് ചെയ്യാത്തവർക്ക് സ്കൂളിൽ വരുമ്പോഴാണ് കിട്ടുക നല്ല സമ്മാനം. ചേട്ടനെ ഞാൻ രാവിലെ കണ്ടു കേട്ടോ. ഓക്കെ, then all of you take your text book. മിസ് ഇങ്ങനെയാ വർത്താനം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ കൂടെ ഇരുന്ന് എത്ര സമയം ഇരുന്നാലും സമയം പോകുന്ന അറിയില്ല. ഇതാണ് സ്കൂളിൽ വന്നാലും അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പൊ നമ്മുടെ റിവിഷൻ പേജ് നമ്പർ 12 അല്ലേ? ടാട്ട ഡാട്ടണ്ണ. അപ്പോൾ സ്വരാക്ഷരങ്ങൾ ആ മുതൽ ആ വരെ ഉള്ള ലെറ്റേഴ്സ് എല്ലാവർക്കും അറിയില്ല ഇപ്പോ? ഇനി ആ ലെറ്റേഴ്സ് മറക്കുവോ? ഇല്ല. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ സ്വരാക്ഷർ. ഓൾ ഓഫ് യു സ്വരാക്ഷർ ബോലോ. Okay, bus, stop. ഞാനിപ്പോ കിട്ടുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. സൈലൻസ് പ്ലീസ്, സൈലൻസ്. ലിസൺ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്ക് ഇവിടെ സ്കൂളില് UKG ക്ലാസ്സിലെ കുട്ടികൾ വന്ന ഒരു ഫീലായിരുന്നു എനിക്കിപ്പോ. എന്തൊരു കലബിലായിരുന്നു. അത് കേൾക്കാൻ വേണ്ടിട്ടാ മിസ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതിനിടയില് അ ആ ഇ ഈ ഉ ഊ ഇറ് എ എ ഐ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ നിങ്ങൾ എ എ ഐ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലെറ്റേഴ്സ് ഇല്ല അവിടെ എഴുതാൻ. അപ്പൊ പറഞ്ഞു പഠിക്കുമ്പോ എങ്ങനെ പറയണം? എ ഐ ഒ ഔ അങ്ങനെ പറയണം കേട്ടോ. ഓക്കെ, ദെൻ ഒന്നുകൂടെ വ്യഞ്ജനാക്ഷരിൽ നമ്മൾ ഫസ്റ്റ് റോ സെക്കൻഡ് റോയിലുള്ള 5 ലെറ്റേഴ്സ് എഴുതി പഠിച്ചു അല്ലേ? അതൊന്ന് പറയണം. ഞാൻ പറയുന്നവർ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. റിയാൻ വ്യഞ്ജനാക്ഷർ ക. റിയാൻ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ഫസ്റ്റ് റോയിലുള്ള ഏതാണ്? ക. ഫസ്റ്റ് റോയിലുള്ളത് മാത്രം പറയാം. 5 ലെറ്റേഴ്സ്. നിതാഷ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ
കാക്ക ഗ കങ്ങ എന്നുള്ള ലെറ്റേഴ്സ് ഏത് ലെറ്റേഴ്സ് തിരിച്ചു മറിച്ചിട്ടാലും നിങ്ങൾക്ക് അറിയില്ലേ? ഐഡന്റിഫൈ ചെയ്യാൻ അറിയോ? ഓക്കെ, എങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളാണ്. ഇനിയിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുമ്പോൾ ഒരു വിഷമവും ഇല്ല പഠിക്കാൻ. ആദ്യ നെക്സ്റ്റ് റോയിലുള്ളത് കാക്ക ഗ കങ്ങ കഴിഞ്ഞ നെക്സ്റ്റ് എന്താണ്? ച ച ച ച ച ച ഞ ആ ച ഛ ജ ഛ ഞ. ആ ലെറ്റേഴ്സ് എല്ലാം എഴുതാൻ അറിയോ നിങ്ങൾക്ക്? ഞ ഏതാണെന്നും ഖ ഏതാണെന്നും ഖർഗോശ് എന്നുള്ള ഖ ഏതാണെന്നും അതുപോലെ ഖർ എന്നുള്ളതിന്റെ ഖ ഏതാണെന്നും എല്ലാം അറിയാലോ? ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ലെറ്റർ ട. ട ഠ ഡ ഠ ണ. മൂന്നാമത്തെ റോയിലുള്ളത് ട ഠ ഡ ഠ ണ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഉമർ ജാഫർ. ത ത ത ത ത ത ഞ ട ഠ ഡ ഠ ണ. ഓക്കെ, മോനെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. ടാസെ ടമാറ്റർ. ഇതാണ് ഇപ്പുറത്തെ. ത സെ ടമാറ്റർ ത സെ ടപ് ത സെ ടോം ടം ടം ട് ടം ടം. ടം ടം ത സെ തോല പോലെയല്ല മോനെ, ഠേല ഠേല. വേല. ത സെ ടം പറ നോക്കി വായിക്ക്. പിക്ചർ നോക്കിട്ട് വായിക്ക്, തൊട്ട് വായിക്ക്. തപ്പ ഓക്കെ, ദെൻ ലുബാബ. മതി മോനെ, മതി. നെക്സ്റ്റ് ലുബാബ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്ക് വരുന്നത് അത് ലാസ്റ്റ് പറയാം കേട്ടോ. ലുബാബ. ത സെ ടമാറ്റർ ത സെ ടപ്പ് ത സെ ടം ടം ടബ് കേട്ടോ. ടാസെ. ടേല ത സെ തട്ടേല ത സെ ടപ്പ നെക്സ്റ്റ് ത സെ ടമരു ത സെ ടഫലി ത സെ തക്കിയ ഡാക്കിയ. ഡക്കിയ എന്നല്ല, അത് തക്കിയ എന്ന് പറഞ്ഞ അത് ടവലായി പോകും അല്ലെ? ഡാക്കിയ. ഡാക്കിയ ത സെ ടോലക് ത സെ തക്കിന ത സെ താൽ. ഓക്കെ, ലാസ്റ്റ് ലെറ്റർ ന ന നാ പറഞ്ഞു ഹോത്ത ഖാലി അല്ലേ? നാ ചേർത്തിട്ട് വാക്കൊന്നുമില്ല. പക്ഷേ നാസെ ചരൺ അങ്ങനെ കുറെ വാക്കുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് നാ ചേർത്തിട്ട് ഇവിടെ വാക്കില്ല അല്ലേ? ഓക്കെ, ദെൻ ഗുഡ് ലുബാബ. ഡെൽവിൻ. ടാസെ ടമാറ്റർ ടാസെ ടപ് ടാസെ ടം ടം ടാസെ ടേല ടാസെ ടഡേല ടാസെ ഡപ്പ ടാസെ ഡമരു ടാസെ ഡഫരി ടാസെ ഡാക്കിയ ടാസെ ഡോലക് ടാസെ ടാസെ ഢോലക്. ടാസെ ഡോലക് ടാസെ ഠക്കിന. ഡക്കിന ടാസെ ഡൽവർ ആര്? ഡൽവർ തൽവാർ എന്ന് പറയുന്നതായിരിക്കും. ഠാൽ. ഠാലാണ് കേട്ടോ അത്. ആ താസയാണ് തൽവാർ. നിങ്ങൾ നോക്കിയേ, നമ്മൾ എവിടെയാ താ പഠിച്ചത്? അവിടെ തൽവാർ ഇല്ലേ? ആ, തൽവാർ എന്ന് പറഞ്ഞാല് വാള്. എന്താണ്? സോഡ്. ഠാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഉറുമി ഇല്ലേ? ഉറുമി, അതിനാ പറയുന്നത്. ഉറുമി കേട്ടോ. എന്താ ഉറുമി എന്നാണ് അതിന് പറയുന്നത്. ഈ വാളും. സോറി, ഉറുമി അല്ലല്ലോ. എന്താ വൈകി അതിന് പറയാ? നമ്മള് പുരാണ കഥകളിലൊക്കെ കാണുന്നേ പരിച അല്ലേ? പരിച. പരിചയാണ്, ഉറുമിയല്ല. സോറി, ഉറുമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നീളമുള്ള സാധനം അതല്ല, പരിചയാണ് കേട്ടോ.
ഇപ്പൊ ഡെൽവി ശ്രദ്ധിക്കേണ്ട ഠാസെ ഠാലാണ് എടുത്തത് കേട്ടോ. നമ്മള് സോഡിനെ തൽവാർ എന്നാണ് പറയാ. ഇതിവിടെ പരിചയാണ്. പരിചയ്ക്ക് എന്താ പറയാവാ? മിസ് മറന്നുപോയി, പിന്നെ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് ആദിഷ്. टमाटर ഉം. टब टमटम ആദിഷേ ടമാട്ടർ അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ മോനെ? പഹല അക്ഷർ ടമാട്ടർ എന്ന് പറയും. ടമാട്ടർ എന്നുള്ളൊരു പിക്ചർ തരുന്നു. അതിന്റെ പഹല അക്ഷർ ലിഖോ എന്ന് എക്സാമിന് ചോദിക്കുവാണ്. അപ്പൊ മോൻ ഏത് ലെറ്റർ എഴുതും? डा ഡാ. ഏത് ഡായാണ് എഴുതുക? ഡാ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ടാ ടാ ഡ മൂന്നാമത് പറഞ്ഞത് ഡ. ഫസ്റ്റ് അത് ടായാണ് കേട്ടോ. ടാ ടാ. അപ്പോൾ മോൻ പറയുമ്പോ ടാ സേ ടമാട്ടർ, ടാ സേ ടബ്, ടാ സേ ടംടം. അപ്പൊ ടംടം എന്ന് പറയുമ്പോ മോനോട് ഫസ്റ്റ് ലെറ്റർ എന്താണെന്ന് ചോദിക്കുമ്പോ നമ്മൾ ടാ സേ ടമാട്ടർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഫസ്റ്റ് ലെറ്റർ ഈസി ആയിട്ട് കിട്ടി, ടാ. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പഹല അക്ഷർ ലിഖോ അല്ലെങ്കിൽ പഹല അക്ഷർ നിശാൻ കരോ. നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിലാണെങ്കിൽ പഹല അക്ഷർ നിശാൻ കരോ എന്ന് പറഞ്ഞ എന്താണ്? ചൂസ് ദ ഫസ്റ്റ് ലെറ്റർ. ഫസ്റ്റ് ലെറ്റർ എഴുതുക അല്ലെ ഫസ്റ്റ് ലെറ്റർ തിരഞ്ഞെടുക്കുക, ഫസ്റ്റ് ലെറ്റർ ടിക്ക് ചെയ്യുക, ഇങ്ങനെയാണ് അത് പറയുന്നത് കേട്ടോ. അതിച്ച് ബാക്കി വായിച്ച് ഠാസെ ടേല डासे डेला डासे डडोरा തടേര. डासे डप्पा ഓക്കെ, വെരി डासे മതി മതി. അജിത് ഐവിൻ ജോസഫ്. ഐവിനെ ഞാൻ കുറെ നാളായല്ലോ ക്ലാസ്സിൽ കണ്ടിട്ട്. डमरू ഐവിൻ ക്ലാസ്സിൽ ഉണ്ടാവാറില്ലേ? യൂട്യൂബ് ക്ലാസ് കൂടുന്നുണ്ട്. എന്താ ഇപ്പൊ കാണാൻ പറ്റാത്ത എന്താ? ക്ലാസ്സിൽ എന്താ വരാത്ത? റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണോ? അടേ അടേ അടേന്ന്. ഓക്കെ, then read. डासे डमरू അമ്മയുടെ മുഖത്താന്ന് തോന്നല്ലോ പിക്ചർ. डासे डाकी ഡാക്കിയോ? ഡാക്കിയ ഡാക്കിയ. डाकिया डासे टोलक डासे डकना डासे टाल നെക്സ്റ്റ് ലെറ്റർ. അപ്പൊ അജിത്തിന്റെ അമ്മ ബാക്കിൽ നിൽക്കണം കേട്ടോ, നോക്കട്ടെ അവൻ വായിക്കുമെന്ന്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അമ്മയുടെ മുഖത്ത് നോക്കി വായിക്കുവാണ്. അപ്പൊ എന്താ, എല്ലാവരും നോട്ട് ബുക്ക് എടുക്കണം, അതിനുശേഷം ബാക്കിയുള്ളത് വായിക്കാം. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്ക്. എന്നിട്ട് എങ്ങനെ എഴുതേണ്ടത്? ഫസ്റ്റ് റോയിൽ ഒന്ന് എഴുതാനുള്ളത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ടാ ഠ ഡാ ഠ ണ ആ ലെറ്റേഴ്സ് ഫസ്റ്റ് അമ്മയോട് ഒന്ന് എഴുതി തരാൻ പറയാം നോട്ട് ബുക്കിൽ. എന്നിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കണം കേട്ടോ. എന്ത് ഭംഗിയാ നിങ്ങൾ വരച്ച് എഴുതിയത് കാണാൻ തന്നെ. ടാ ഠ ഡാ ഠ ണ എഴുതുക കേട്ടോ. ഇത് ഹോംവർക്ക് ആണ്. നെക്സ്റ്റ് ഏതൻ ജെ മാത്യു. डासे टमाटर डासे टब डासे टंडर डासे डेला डासे टटेरा डासे टप्पा डासे डमरू डासे डफली डासे डाके डासे डोलक डासे टाल. വെരി ഗുഡ്. ലാസ്റ്റ് ലെറ്റർ ना ഏതന് എല്ലാ ലെറ്ററും പഠിച്ചോ? ഇപ്പൊ ഇതുവരെ നമ്മൾ റിവിഷൻ ചെയ്ത ലെറ്റേഴ്സ് എവിടെന്ന് ചോദിച്ചാലും പറയാൻ പറ്റുമോ? പറഞ്ഞേ. മോൻ അൺമ്യൂട്ടാണ്. ഏത് ലെറ്റർ അറിയാം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇതാണ് വേണ്ടത്. വിദ്യുത് റാം. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും അമ്മയോട് പറയണം എനിക്കൊരു ഡിറ്റേഷൻ ഇട്ട് തരണം. അപ്പൊ അമ്മമാർ എന്ത് ചെയ്യണം? സ്വരാക്ഷരങ്ങൾ മുതൽ ഇപ്പൊ വ്യഞ്ജനാക്ഷരങ്ങള് ഹാ വരെ പഠിച്ചു അല്ലേ? അതിൽ നിന്ന് ഇടയ്ക്കെന്നുള്ള ലെറ്റേഴ്സ് ആയാലും നിങ്ങളൊന്ന് അവരോട് പറയുക, അതവരെ എഴുതുക.
ഒരേ ഇതിൽ കൊടുക്കരുത്, ഓർഡറിൽ കൊടുക്കരുത്, ഇടക്ക് വെച്ച് ചോദിക്കണം. മരുന്നടങ്ങിയ ഒരു ചെറിയൊരു മിക്സ്. വിദ്യുത്തേ വായിച്ച ടമാറ്റർ टमाटर. Where is your textbook, Vidyut? मेरे आइले. നീ എവിടെയാ ഇപ്പോ? ഞാൻ തായ. അത് ശരി, ക്ലാസ്സിൽ വന്നതല്ലേ, പോന്ന വഴിക്ക് കേറിയതാ? അപ്പൊ നമ്മുടെ ഈ ഒരു മരുന്നിന്റെ ഈ ഒരു ആരാ അവിടെ പേര് വെറുക്കുന്നേ? സ്വകാര്യം പറയുന്ന ആരാണ്? വിദ്യുത്തേ, അമ്മയുണ്ടോ അടുത്ത്? അമ്മയുണ്ടോ? ഇല്ല. അമ്മ എവിടെ പോയി? അമ്മ ജോലിക്ക് പോയി. ആഹാ, മോൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ബുക്ക് എടുത്തിട്ട് വാ ക്ലാസ്സില്. ഗോ, ബുക്ക് എടുത്തിട്ട് വാ. ഗോ. ബുക്ക് മീത്തലായില്ലേ? മീത്തല് പറഞ്ഞ മോൻ എവിടെയാണ്? ആ വീട്ടിലല്ലേ? ഞാൻ താഴെ വീട്ടിലാണ്. ഈശ്വരാ, പഠിക്കണ്ടേ? ആഹാ, ബുക്ക് എടുത്തിട്ട് വാ. ഗോ ഗോ ഫാസ്റ്റ്. വിദ്യുത്തിനെ ഞാൻ വിളിക്കും, പോയി എടുത്തിട്ട് വാ വേഗം. മുഹമ്മദ് ഷാസിൽ. ബുക്ക് എവിടെ ബുക്ക് ടമാറ്റർ, ടബ്, ടംടം, തേല, ടട്ടേര, ടപ്പ, ഡമരു, ഡഫലി, ഡാക്കിയ, ഡോലക്, ദഖന, ഡാൾ. വെരി ഗുഡ്. ഫാത്തിമ മെഹറിൻ. ടമാറ്റർ, ടബ്ബ, ടബ് അല്ല മോളെ, ടബ്. ടബ്, ടംടം, തേര, ടടേല, ടഡേര. ടഡേര ട്ടോ. ടഡേര എന്ന് പറഞ്ഞാൽ ആരാണ്? ചിങ്കർ. ടപ്പ. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ. ഡാ. ഡാ, സോഫ്റ്റ് ആയിട്ട് പറ. ഡാ. ഓക്കെ. ഡമരു, ഡഫലി, ഡാക്കിയ. നെക്സ്റ്റ്. ടോലക്ക്. ടക്കന, ഠാൽ. വെരി ഗുഡ്. അപ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ടബ് എന്ന് എഴുതിയത് കണ്ടോ? അതുപോലെ ടംടം. ഈ ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? നിങ്ങൾ വെറുതെ ഈ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് കൂട്ടി വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നമ്മൾ മലയാളം അതുപോലെ കൂട്ടി വായിക്കുന്നില്ലേ പത്രത്തിലൊക്കെ നോക്കിയിട്ട്? ഇംഗ്ലീഷും മലയാളമൊക്കെ അതേപോലെ ഹിന്ദി നമ്മൾക്ക് കൂട്ടി വായിക്കാൻ പറ്റും. ഈ ചിഹ്നങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് വേർഡ്സ് ഉണ്ടാവും. ഇപ്പൊ കണ്ടോ ഇവിടെ ടബ് എന്ന് കണ്ടോ? ടായും ബായും ഉണ്ടല്ലേ? അപ്പൊ അത് കൂട്ടി വായിക്കുമ്പോ ടബ്. ടബാന്നല്ല, ടബ് എന്നാ വായിക്കാം. അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. അൻവിത, നിങ്ങൾ ലെറ്റേഴ്സ് എഴുതുമ്പോ പറഞ്ഞുകൊണ്ട് എഴുതണേ. ടമാറ്റർ, ടബ്,
Das tam tam. Das dera. Das കടേര. tadera. Das kappa. Das damaru. Das dafali. Das dakia. Das delak. തോലക്ക്. ദാസെ. തോലക്കാണ്. Dolak. Dolak. Das dakna. Das dal. വെരി ഗുഡ്, വെരി ഗുഡ്. Na. നാ. ഓക്കെ അഭിനവ്. Tomato. പിക്ചർ നോക്കിയിട്ട് പറ മോനെ. പിക്ചർ നോക്ക്. Type. ടബ്. Tandam. അത് ശരിയാവൂല്ലോ. ഇവിടെ നോക്കിയേ അഭിനവ്. ഇവിടെ നോക്കിയേ. മിസ് കാണിച്ചിരുന്ന ബുക്ക് നോക്കുക. ഇവിടെ നോക്കുക. എന്നിട്ട് ഇത് പറഞ്ഞാൽ മതി. അമ്മയുടെ മുഖത്ത് നോക്കരുത്. ഇവിടെ നോക്കിയേ. വിച്ച് ഇസ് ദ പിക്ചർ ദിസ്? Tavali. ടഫലി. ദിസ് പിക്ചർ? ഡാക്കിയ. ദിസ് വൺ? ഇവിടെ നോക്ക്. ലിസൺ. ലുക്ക് ഹിയർ. ലിസൺ. ലിസൺ. കിട്ടുന്നില്ല. അതാ എന്താണ്? ടക്കിന. ഓക്കെ ഓക്കെ. ദിസ് വൺ? ദിസ് വൺ? ടബ്. ഓക്കെ അഭിനവ്. ലിസൺ. ദിസ് വൺ? Jet. ദിസ്? പിക്ചർ നോക്കുക. പിക്ചർ നോക്കുക. എന്താണിത്? കടക്ക്. കണ്ടോ? ആ ഒരു നമ്മൾ ഇടക്ക് വെച്ച് ചോദിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. അഭിനവേ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ആദിശ്രീ. ആദിശ്രീ ഞാൻ ചോദിക്കുന്ന പറഞ്ഞാ മതി. നോക്കട്ടെ കിട്ടുമോ നോക്കട്ടെ. ആദിശ്രീ ലിസൺ. Which is the letter this? This letter? ആദിശ്രീ. This picture? Hela. Okay. This one? This one? This? Tholak. This? കാണുന്നല്ലോ. This one. Picture നോക്ക്. Dakia. This? അവിടെ No, this one. This one. Adera. Okay, very good. Next ഇഷാനി. കുറച്ച് പ്രശ്നമാണല്ലേ ഇടയ്ക്ക് ചോദിക്കുമ്പോ. Okay. ഇഷാനി, which is the letter this?
This letter. അതെ അല്ലേ ഇഷാനി? This letter ബോലോ. This letter. ഇഷാനി look here. അവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോളെ ഇത് ഏതാ ലെറ്റർ പറഞ്ഞാൽ മതി. Da. This letter. ഇതും ഡായാണോ? No, ta. Ta, okay. This picture? What is the picture this? Thal. Okay. This one? Dapali. Okay. This one? Tappa. This one? വെരി ഗുഡ്. അവൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പിക്ചർ നോക്കിയിട്ട്. അങ്ങനെ വേണം. ഇനി നെക്സ്റ്റ് ഇനി ആരെയാ ഞാൻ വിളിക്കാത്തത് ക്ലാസ്സില്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. വിളിക്കാത്തവരുണ്ടെങ്കിൽ റിയാൻ. റിയാനല്ലേ ഞാൻ ഫസ്റ്റ് വിളിച്ചത്. Which is the letter this? Tha. Tha ആണ്. Okay. This picture? Dafali. This? ഏതാണ്? എന്താണ്? അല്ല. ഡമരു എന്താണ് ആദിശ്രീ കൈ ഉയർത്തുന്നേ? എന്താണ് കേൾക്കുന്ന? This one? Yes, you can go. Riyan. ഇതെന്താ പിക്ചർ? ടമാറ്റർ. ഓക്കെ. പിക്ചർ നോക്കിയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് കേട്ടോ. ദിസ് വൺ? ഇതെന്താ? അമ്മ പറയില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഓർഡറിൽ വായിക്കാൻ പറഞ്ഞപ്പോ നല്ല ഭംഗിയായിട്ട് എല്ലാരും വായിച്ചു അല്ലേ? വെള്ളം പോലെ ബൈഹാർട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇടക്ക് വെച്ച് ഒരു പിക്ചർ മാറ്റി ചോദിച്ചപ്പോ എന്താണ്? ഏബൽസിന്റെ ഉണ്ടല്ലേ മോനെ? വരാം. വൈഗ എന്താണ്? ഏബലും ഉണ്ടല്ലേ? ഏബൽ ആൻഡ് വൈഗ. ഞാൻ ചോദിക്കുന്നവർ ആൻസർ പറയാം കേട്ടോ. രണ്ടുപേരും അൺമ്യൂട്ട് ആക്കിയോ. ആദിശ്രീ? This picture name? Damaru. Okay. Abel, which is the letter this? Abel. Abel, letter please. ഈ അക്ഷരം ഏതാന്ന് പറയാതെ കൊച്ചു പറഞ്ഞു. ശരിയാ പറഞ്ഞോ? ഉറപ്പിച്ച് പറ. എന്ന് പറ. Okay. This letter?
ഈ അക്ഷരം ഏതാ? വൈകിക്കറിയോ? പറ. ആരാ ഫസ്റ്റ് പറഞ്ഞു വെക്കാലോ? ഇതേത് അക്ഷരം? അതും ഠായാണല്ലേ? അതെ. ഏബൽ മനസ്സിലായോ? ഠായാണിത്. ദിസ് ലെറ്റർ ടാ. ഓക്കെ. ഏബൽ ദിസ് പിക്ചർ നെയിം ഇതെന്നാ? ടം ടം. ഓക്കെ. ദിസ് വൺ ഇതാരാ? പറ, അറിയാവുന്നല്ലേ? വൈഗ. ഇതെന്നാന്ന് പറ. ഏബലിനും പറയാം വൈഗയ്ക്കും പറയാം. പറഞ്ഞോ, കൊച്ചിനറിയാമല്ലോ. ആ ഠഡേര. ഏബല് കേട്ടോ? ഠഡേര. ആ ഓക്കെ. ഒരെണ്ണം കൂടെ. ദിസ് വൺ ഡമരു. ഏബൽ ദിസ് വൺ ദിസ് ഇതാരാ? ഡാക്കിയ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കുറച്ചൊരു പ്രയാസം ഉണ്ടല്ലേ? വിദ്യുത്ത് ബുക്ക് എടുത്തോ? ഓക്കെ, അവനൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ പേരൻസ് ശ്രദ്ധിക്കണം. 1 മിനിറ്റേ ഉള്ളൂ, നമ്മുടെ ക്ലാസ് ഇപ്പോൾ വൈൻഡപ്പ് ആവും. അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എന്താണ്? ഇടയ്ക്ക് വെച്ച് അവരോട് പിക്ചർ എടുക്കുക, ആ പിക്ചർ ചോദിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഈ ബുക്കിലെ പോലെയല്ല ഉണ്ടാവുക അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് അലകലക ചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ ചിത്രങ്ങൾ വേറെ എവിടെ നിന്നൊക്കെയോ എടുത്തിട്ട് രൂപ ചെയ്യുന്നത്, അല്ലാതെ ഓർഡറിലല്ല ഉണ്ടാവുക. അന്നേരം ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കുട്ടികളൊന്ന് അമ്പരക്കും. അപ്പൊ എന്താ ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്കുന്ന് നിങ്ങൾ പിക്ചർ കാണിക്കും, അതെന്താണെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ലെറ്റേഴ്സും നിങ്ങൾ ഒന്ന് പേരൻസ് ആ ലെറ്റേഴ്സ്, നമ്മളാണെങ്കിൽ ഇവിടെ ബോർഡിൽ ലെറ്റേഴ്സ് എഴുതിയിട്ട് കുട്ടികളെ കൊണ്ട് അതെന്താണെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കത് ചെയ്യാൻ രക്ഷയില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് സ്ലേറ്റിലോ അല്ലെങ്കിൽ റഫ് ബുക്കിലോ ഒരു ലെറ്റർ എഴുതുക. ആ ലെറ്റർ ഏതാണെന്ന് കുഞ്ഞിനെ അറിയുമോ ചോദിക്കുക. അപ്പൊ പറയാനുള്ള പ്രാക്ടീസ്, അതുപോലെ ലെറ്റർ പറയുമ്പോൾ എഴുതാനും പറ്റുന്നുണ്ടോ എന്നുള്ള പ്രാക്ടീസ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യണം. സ്കൂളിലാണ് നമ്മൾ അത് സ്കൂളിൽ തന്നെ ചെയ്ത് കുട്ടികളെ റെഡിയാക്കുന്നതാണ്. പക്ഷെ പറ്റില്ലല്ലോ. ഫാത്തിമ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് ഡാട്ട അത് എഴുതുക. ലെറ്റേഴ്സ് പറഞ്ഞുകൊണ്ട് എഴുതുക കേട്ടോ, എങ്കിലേ കിട്ടുള്ളൂ. ഓക്കെ, ദെൻ ബൈ ബൈ, സി യു. ബൈ. ഇഷാനി, വെരി ഗുഡ്. ആദിശ്രീ എഴുതി കഴിഞ്ഞോ? മിടുക്കരാണ്. സി യു നെക്സ്റ്റ് ക്ലാസ്.